മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ തലസ്ഥാന നഗരിയിൽ പണ്ടത്തെ BJP അല്ല ഇന്നത്തെ BJP എന്ന് വ്യക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലീഡേഴ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് BJP പ്രവർത്തകർക്ക് വലിയ രീതിയിൽ ആത്മവിശ്വാസം പകർന്നുകൊണ്ട് BJP പ്രവർത്തകരുടെ ബുദ്ധിമുട്ടുള്ള സമയത്ത് അവർക്ക് വേണ്ടി മുമ്പിൽ നിന്ന് പോരാട്ടം നടത്തി തുടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് നെട്ടയം മലമുകളിൽ, തിരുവനന്തപുരം നെട്ടയം മലമുകളിൽ വലിയ സംഘർഷം ഉണ്ടാവുന്നു. കുടുംബവും അതേപോലെ തന്നെ അടുത്ത ആളുകളൊക്കെ ആയിട്ടുള്ള 2 പേര് തമ്മിലുള്ള പ്രശ്നം. ഒരു ഭാഗത്ത് BJP, ഒരു ഭാഗത്ത് CPM. സ്വാഭാവികമായിട്ടും കേരളം ഭരിക്കുന്ന CPM അവരുടെ പോലീസിനെ ഉപയോഗിച്ച് വലിയ രീതിയിൽ BJP പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടത്തി. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ചാടി വീണ് 24 ന്യൂസിലേക്ക് മാധ്യമ പ്രവർത്തകർക്കൊരു ഷോ ഒക്കെ ഇട്ടിരുന്നു. BJP പ്രവർത്തകർ ഞങ്ങളെ ആക്രമിക്കുന്നു, പറയാൻ സമ്മതിക്കുന്നില്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും വലിയ വാർത്തയൊക്കെ കൊടുത്തിരുന്നു. ഈ ബഹളമുണ്ടാക്കിയ മാധ്യമ പ്രവർത്തക നല്ല ഒന്നാന്തരം KSUകാരിയ, ഒരു കോൺഗ്രസ്സുകാരിയ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഒന്നടങ്കം തിരുവനന്തപുരം നെട്ടയം മലമുകളിൽ നടന്ന വിഷയത്തെ BJPയുടെ തലയിലേക്ക് ഇടാൻ ശ്രമിച്ചു. BJP ആണ് പ്രശ്നക്കാരി എന്ന്. അതങ്ങനെയാണല്ലോ. ഒരു ഭാഗത്ത് BJP ആണെങ്കിൽ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒരു നീതിയും നോക്കാതെ CPM ആണ് CPM, തുടാപ്പിയാണ് തുടാപ്പി, കോൺഗ്രസ് ആണ് കോൺഗ്രസ്, അവർക്കൊപ്പാണല്ലോ നിൽക്കുക. അതേപോലെ തന്നെ മാധ്യമ പ്രവർത്തകര്, CPM, പോലീസ്, സകല സംവിധാനങ്ങളും ഒരു ഭാഗത്ത്. മറുഭാഗത്ത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മുൻ DGP BJP പ്രവർത്തകർക്ക് വേണ്ടി അങ്ങ് രംഗത്തെത്തുക. കൃത്യമായിട്ടൊരു വാട്സപ്പ് സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. കേരള ചരിത്രത്തിൽ കാണാത്ത രീതിയിൽ ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. വളരെ വ്യക്തമായിട്ട് അതിൽ സന്ദേശം കൊടുക്കുകയാണ്. BJP സംഘ് പ്രവർത്തകരെ അകാരണമായി തല്ലി ചതച്ച വട്ടിയൂർക്കാവ് SHO വിപിൻ എന്ന ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിന് മുൻപിൽ ധർണയിരിക്കും എന്നറിയിച്ചുകൊണ്ട് സിറ്റി പോലീസ് മേധാവിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും അയച്ച വാട്സാപ്പ് സന്ദേശം. ഞാനിപ്പോഴും പോലീസിന്റെ നന്മയിൽ വിശ്വസിക്കുന്നു. എന്തായാലും നടപടി ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് ഇത് ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഈ സന്ദേശവുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലുള്ള നീതിയും പോലീസ് നടപ്പിലാക്കിയില്ല. സ്പോട്ടിൽ R ശ്രീലേഖയുടെ നേതൃത്വത്തില് വളരെ വ്യക്തമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് BJPയുടെ വനിതാ കൗൺസിലർമാരുൾപ്പെടെ വലിയ വനിതകളുടെ ഒരു മാർച്ച് നടത്തി. പോലീസ് ഗതികെട്ട് ജലപീരങ്കി പോലും പ്രയോഗിച്ചു. അവിടെ നിന്ന് മുൻ DGPയുടെ നേതൃത്വത്തിൽ പോടാ പുല്ലേ പോലീസ് എന്ന് പോലീസുകാരുടെ മുഖത്തു നോക്കി വിളിച്ചിരിക്കുന്നു ഒരു മുൻ DGP. അവരിതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതും കൂടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. DGP പദവിയിൽ നിന്ന് വിരമിച്ച ഞാൻ 33 വർഷത്തിലധികം പോലീസ് സേനയിൽ അഭിമാനത്തോടെ പ്രവർത്തിച്ച ഞാൻ ഇതുപോലെ പോലീസിനെതിരെ വിളിക്കണമെങ്കിൽ എന്തായിരിക്കും കാരണം? വട്ടിയൂർക്കാവ് SHO വിപിൻ, SI ദീപു പിള്ള, മറ്റു 7-8 പോലീസുകാർ ചേർന്ന് കഴിഞ്ഞ 1 മാസത്തിലേറെയായി BJP പ്രവർത്തകരെ മാത്രം തിരഞ്ഞുപിടിച്ച് കേസുകൾ എടുത്ത് മർദ്ദിച്ച് രസിക്കുന്നു. അതും CPM ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം. അതിന്റെ അവസാനം ഏപ്രിൽ 19-ന് ഇടപ്പയരി ക്ഷേത്രം ചവിട്ടി തുറന്ന് ഒരു CPM പ്രവർത്തകൻ ഭാര്യയെ ലൈംഗികമായി അവഹേളിക്കുകയും അവയവ പ്രദർശനം നടത്തുകയും ചെയ്തു എന്ന് പരാതിപ്പെട്ട BJP പ്രവർത്തകരെയും കൂട്ടരെയും വലിച്ചിയച്ച് പോലീസ് വാനിൽ കയറ്റി അതിക്രൂരമായി മർദ്ദിച്ച് ബിനുവിന്റെ കണ്ണിനു പരിക്കേൽപ്പിച്ചു. രക്തത്തിൽ കുളിച്ച അവസ്ഥയിൽ AR ക്യാമ്പിൽ കൊണ്ടുപോയി തള്ളി. അവർക്കെതിരെ ഒരു കേസ് പോലും ഇല്ലാത്തത് കൊണ്ട് അവരെ ആശുപത്രിയിൽ പ്രവേശിച്ചോളാൻ പറയുകയായിരുന്നു ഈ പോലീസുകാർ. മർദ്ദനമേറ്റവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴുമുണ്ട്. ഇത് ചെയ്ത പോലീസുകാർക്കെതിരെ ഒരു നടപടിയുമില്ല, ഒരു കേസുമില്ല. ഇത് കാണുമ്പോൾ കഷ്ടം തോന്നിപ്പോകും, നാണം തോന്നും. ഇങ്ങനെയുള്ള ഒരു സേനയിലായിരുന്നു ഇത്ര നാൾ പ്രവർത്തിച്ചതെന്ന് ഓർത്ത് വെറുതെയാണോ ജനം പോലീസിനെ ഇത്രമാത്രം വെറുക്കുന്നത്? ഇത് മലയാളികൾ ഒന്നടങ്കം ഈ പോസ്റ്റ് വായിക്കില്ലേ? ഒരു മുൻ DGP, നമ്മുടെ കേരളത്തിലെ പോലീസ് സംവിധാനം അട്ടർ വേസ്റ്റ് ആണ്. അവർ നരനായാട്ടാണ് സാധാരണക്കാർക്ക് നേരെ പ്രയോഗിക്കുന്നത് എന്ന് ഒരു മുൻ DGP ഈ വിളിച്ചു പറയുന്നത്.
നമ്മുടെ പോലീസ് സംവിധാനമൊക്കെ എത്ര പരാജയമാണ്. ഓരോ മലയാളിയും ചിന്തിക്കണോ? ഇവിടെ CPM നമുക്കറിയാം. ഇതിനൊക്കെ ഒരു കാരണം എന്താ? തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പൊ ഭരിക്കുന്നത് BJP. കോർപ്പറേഷൻ ഭരണം പോയത് മുതൽ BJP പ്രവർത്തകരെ വേട്ടയാടുക. ഒരു നെട്ടയം മലമുകളിൽ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായി. ഇത് മാത്രമൊന്നുമല്ല, പല തവണയായിട്ട് DGP കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. കൃത്യമായിട്ട് വേട്ടയാടുകയാണ് BJP പ്രവർത്തകരെ. ഇനി അത് അനുവദിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട് PV രാജേഷ് കൃത്യമായിട്ട് കാരണം മുന്നോട്ട് വെക്കുന്നുണ്ട്. നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. BJPക്ക് നേരത്തെയൊക്കെ കുറച്ച് ശക്തി കുറവായിരുന്നു. എന്നാൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പാർലമെന്റിൽ മത്സരിച്ച തെരഞ്ഞെടുപ്പ് മുതൽ ആ കാച്ചാണി പറഞ്ഞ് ഞങ്ങൾ ലീഡ് ചെയ്യുകയാണ്. ഞാനൊക്കെ മുമ്പ് 2013 വട്ടിയൂർക്കാവിൽ മത്സരിക്കുമ്പോൾ മലമൂർ പ്രദേശത്ത് ഞങ്ങൾക്ക് ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ പോലും ആരുമില്ലായിരുന്നു, ഒരു ബോർഡ് വയ്ക്കാൻ പോലും ആരുമില്ല. പച്ചതിനകത്ത് മാറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറി. ബിനു ഉൾപ്പെടുന്ന ആ പള്ളിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ബിനു ഉൾപ്പെടുന്നവർ BJPയിലേക്ക് വരുന്നു. ശ്രീ രാജീവ് ചന്ദ്രശേഖർ 2019 ആ പ്രദേശത്ത് നല്ല ലീഡ് കിട്ടുന്നു. അപ്പോൾ അങ്ങനെ വളരെ വ്യത്യാസം വന്നിട്ടുള്ള സ്ഥലമാണ്. അവിടെ CPM പ്രവർത്തകർ തടിച്ചു കൂടുകയും സ്വാഭാവികമായിട്ടും ബിനുവിൻ്റെ ഭാര്യയെ അധിക്ഷേപിച്ച് അറിഞ്ഞുകൊണ്ട് അവിടെ BJP പ്രവർത്തകർ വരുന്നു. CPM പ്രവർത്തകർ നേരെ അവിടെ ചർച്ചിനകത്തേക്ക് കയറി. നിങ്ങളൊക്കെ പല മാധ്യമങ്ങളും എല്ലാ മാധ്യമങ്ങളും വളരെ വലുതായിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. ചർച്ചിനകത്തേക്ക് കയറിയിട്ട് അവിടെ നിന്നുകൊണ്ട് കല്ലെറിഞ്ഞു. ഇപ്പോൾ എൻ്റെ ഫോണിൽ FIR ഉണ്ട്, അന്നെടുത്ത FIR. ആ FIRൽ അവസാനം പറഞ്ഞിരിക്കുന്നത് CPM പ്രവർത്തകരുടെ കല്ലേറിൽ പോലീസിന് പരിക്കേറ്റു എന്നാണ് FIRൽ പറഞ്ഞിട്ടുണ്ടത്. അപ്പോൾ പോലീസ് തന്നെ കൃത്യമായിട്ട് ആദ്യമുള്ള FIR രജിസ്റ്റർ ചെയ്യുന്നത് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവരൊക്കെ തന്നെ അവിടെ കാര്യം അറിയാൻ ചെന്ന BJP പ്രവർത്തകരെ, ബിനു ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ മർദ്ദിക്കും. നിങ്ങൾ കേട്ടില്ലേ? FIRൽ CPM പ്രവർത്തകരുടെ കല്ലേറിൽ പോലീസിന് പരിക്കേറ്റു എന്ന വിഷയത്തിൽ കൃത്യമായിട്ടുണ്ട്. FIRൽ ഉള്ളതുപോലെ നമ്മുടെ മാധ്യമ പ്രവർത്തകർ പറയുന്നില്ല. BJPക്കാരെന്തോ പ്രശ്നമുണ്ടാക്കിയതുപോലെ ഫുൾ മാധ്യമങ്ങൾ അന്ന് രാത്രി സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ആരെ? മുൻ കോൺഗ്രസ്, നിലവിലെ കോൺഗ്രസ്സുകാരി. എന്നിട്ട് അത് BJPക്കെതിരെ വാർത്ത കൊടുത്തിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. വ്യക്തമായിട്ട് VV രാജേഷ് പറയുന്നു, ഈ നെട്ടയം മലമുകളില് ഇവിടെയൊക്കെ BJP വളരെ വലിയ രീതിയിൽ വളരുന്നു. ഇതിൽ അതായത് ഇടതുപക്ഷം നമ്മുടെ ഈ പറയുന്ന നെട്ടയം എന്ന് മാത്രമൊന്നല്ല, കേരളത്തിൽ എവിടെയാണെങ്കിലും ഇവരധികമുള്ള ഒരു സ്ഥലത്ത് ഇവർ തകർന്നു തുടങ്ങിയാൽ അവരെന്തും ചെയ്യില്ലേ? TP ചന്ദ്രശേഖരെയൊക്കെ നമ്മൾ കണ്ടതല്ലേ? അതൊക്കെ തന്നെ എന്തുകൊണ്ടാ പാർട്ടി എവിടെ പൊളിയുമ്പോൾ അവരെന്തും ചെയ്യൂ. ഒരു TP ചന്ദ്രശേഖർ മാത്രമാണോ കേരള ചരിത്രത്തിലുള്ളതല്ലോ? ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയാം. ഈ R ശ്രീലേഖയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ പോലും പോലീസ് നരനായിട്ട് നടത്തിയിട്ടുണ്ട്. അതും കൃത്യമായിട്ട് VV രാജേഷ് എടുത്തു പറയുന്നുണ്ട്. നിങ്ങളതൊന്ന് കേട്ടു. വനിതാ പ്രവർത്തകരുടെ പ്രകടനമാണെന്ന് നേരത്തെ തന്നെ പോലീസിനെ അറിയിച്ചു. 5 വനിതാ പോലീസാണ് അവിടെ ഉണ്ടായിരുന്നത്. 5 വനിതാ പോലീസ് ഉണ്ടായിരുന്നിട്ട് അവരെ മുൻപിൽ നിർത്തി പുറകിൽ മുഴുവനും പുരുഷ പോലീസുകാരാണ്. അതിൽ നൗഫൽ എന്ന പോലീസുകാരൻ, ശക്തമായിട്ടുള്ള നടപടി നൗഫലിനെതിരെ എടുക്കണം. നൗഫൽ എന്ന പോലീസുകാരൻ വളരെ സ്ത്രീകളെ ഏതൊക്കെ തരത്തിൽ അധിക്ഷേപിക്കാമോ ആ തരത്തിലൊക്കെ അധിക്ഷേപിച്ചിട്ടുണ്ട്. കൗൺസിലർമാർ പരാതി കൊടുക്കുന്നതിന് ശക്തമായ നിയമ നടപടികൾ നൗഫലിനെതിരെ എടുക്കാം. അതോടൊപ്പം തന്നെ ഒരു പോലീസുകാരൻ രാജേഷ്. അപ്പോൾ ഇവരൊക്കെ നിന്നിട്ട് വനിതാ പ്രവർത്തകരെ ശക്തമായിട്ട് കൗൺസിലർമാർ ഉൾപ്പെടെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ കേട്ടില്ലേ? പോലീസുകാർ മർദ്ദിക്കുക, മാധ്യമ പ്രവർത്തകർ ഒരു ഭാഗത്ത്, ഭരിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ മറ്റൊരു ഭാഗത്ത്. ഈ സകല സംവിധാനങ്ങൾ കൂടിയാണ് BJP പ്രവർത്തകർക്കെതിരെ വലിയ രീതിയിൽ ആക്രമണം. ഒറ്റക്കെട്ട ഈ വിഷയമുണ്ടായ നെട്ടയം മലമുകളിലെ വിഷയമുണ്ടായ ദിവസം തന്നെ മാധ്യമ പ്രവർത്തകർ നിലപാടെടുത്തത് ഇടതുപക്ഷത്തിനൊപ്പം BJPക്കെതിരെയായിട്ട്. അത് കഴിഞ്ഞ് പോലീസ് നരനായാട്ട് നടത്തി വേട്ടയാടല്, വലിയ രീതിയിൽ ക്രൂരത അയച്ചുവിട്ടവർ ആവുന്നത് പോലെ അവർ തോന്നിയത് ചെയ്ത് അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച് നടന്ന ഒരു മാർച്ചിൽ വനിതകൾക്ക് നേരെയും നൗഫൽ ഉൾപ്പെടെയുള്ള ആളുകൾ ക്രൂരത ചെയ്തു എന്ന് VV രാജേഷ് കൃത്യമായിട്ട് എടുത്തു പറയുന്നു. ഇതൊക്കെ തരണം ചെയ്തിട്ടും ഇതൊക്കെ തന്നെ തരണം ചെയ്താണ് BJP പ്രവർത്തകർ ദിനം പ്രതി തിരുവനന്തപുരത്ത് വളർന്നുകൊണ്ടിരിക്കും. തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളം ഒന്നടങ്കം ഈ കാലത്തൊരു വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു. BJP പ്രവർത്തകർക്ക് എന്ത് സംഭവിച്ചാലും നട്ടല് നിവർത്തി VV രാജേഷ്, R ശ്രീലേഖ, ഇത്തരം ലീഡേഴ്സ് മുന്നിൽ നിന്ന് അവർക്ക് വേണ്ടി ഒപ്പം നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും കേരളത്തിൽ BJP വലിയ രീതിയിൽ വളരും. ജനങ്ങളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക, ജനങ്ങൾ ഒന്നടങ്കം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ മാധ്യമങ്ങൾ, പോലീസ്, സർക്കാർ സംവിധാനങ്ങൾ ഒക്കെ ഒരു ഭാഗത്ത് നിന്ന് ആക്രമിക്കുകയാണ് BJP പ്രവർത്തകരെ എന്നുള്ളത്. തിരഞ്ഞു പിടിച്ച് BJP പ്രവർത്തകരെ ആക്രമിക്കുകയാണ് എന്നുള്ളത്
ഇതൊക്കെയായി ബന്ധപ്പെട്ടതായി കഴിഞ്ഞ മണിക്കൂറിൽ ബഹുജന മാർച്ച പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോ BJP നടത്തുന്നത്. ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നിട്ടുള്ളത്. 100, 200, 500 അല്ല, ആയിരക്കണക്കിന് ആളുകൾ ഒരു മാർച്ചിലേക്ക് പങ്കെടുക്കുക. തിരുവനന്തപുരത്ത് വലിയ രീതിയിൽ മാറുക. ഒരു കാര്യം അവിടെയുള്ള BJP പ്രവർത്തകരും അവിടെയുള്ള സംവിധാനങ്ങളോടൊക്കെ തന്നെ പറയാനുള്ളത്, ഇടതുപക്ഷം എവിടെ തകരുന്നോ അവരെന്തിനും തുനിഞ്ഞു നിൽക്കും. അതൊരു യാഥാർത്ഥ്യ. അത് വളരെ വലിയ രീതിയിൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്.